ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പകൽക്കാലം ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ അവൻ നിൻ്റെ മകനെ നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളിച്ചെയ്തു. സ്തോത്രം. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽക്കാലം കൂടെ നീ ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽക്കാലം നീ ഞങ്ങളോട് ഈ വചനത്തിൽ കൂടി സംസാരിക്കണമേ. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുവാൻ ഞാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാപി വചനത്തെ ശുദ്ധീകരിക്കണം, അടികളെ ശുദ്ധീകരിക്കണം. കഥാവിലെ കരം കൂടിയിരിക്കണം. യേശുനാമം തന്നെ, ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ പരിചയമായ ഒരു വചനമാണ് നമ്മളൊക്കെ ധ്യാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാമത്തെ വാക്യം. അബ്രഹാമിന് തലമുറകളില്ലാതെ ഉണ്ടായിരുന്ന ഏകജാതനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി അവനോട് കൽപ്പിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ താൻ കാണിക്കുന്ന ദൈവം പറയുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ അങ്ങനെ അബ്രഹാമും തൻ്റെ മകനുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ അനുസരണമുള്ള ഒരു അബ്രഹാമിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് നോക്കിക്കേ, 90 വയസ്സ് വരെയും തലമുറ ഉണ്ടാകാതിരുന്ന ഒരു വാഴ്ത്തത്തെ സന്തതി, തനിക്ക് വാർദ്ധക്യ കാലത്തിൽ ദൈവം കൊടുത്ത ഏകജാതൻ. സ്തോത്രം. ആ മകനെ പോലും യാഗം കഴിക്കുവാൻ അബ്രഹാം വിസമ്മതിച്ചില്ല. കാരണം അവന് ദൈവത്തോടുള്ള സ്നേഹം തൻ്റെ മകനോടുള്ള സ്നേഹത്തെക്കാൾ അധികമായിരുന്നു എന്ന് ദൈവത്തിന് അവൻ്റെ പ്രൂഫ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അമ്മയോട് പോലും പറയാതെ, അല്ലെങ്കിൽ സാറയോട് പോലും പറയാതെ തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് കല്ലിൽ പോകുന്നതായിട്ട് പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇസഹാക്ക് തൻ്റെ മകൻ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകും ഉണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടുകുട്ടി എവിടെ എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പോൾ അപ്പനെ വീക്ഷിക്കുന്ന ഒരു മകനായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അവനറിയാം ഒരു യാഗത്തിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതും അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ പിതാവായ അബ്രഹാം യേശുവിനെ ആരാധിക്കുന്നതും അവന് ഹോമയാഗം കഴിക്കുന്നതും ഒക്കെ കണ്ടു വളർന്നതായ ഒരു മകനാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഒരിക്കലും ആ മകൻ അങ്ങനെ ചോദിക്കില്ലെന്ന്. അപ്പം